സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്തതിന് ശേഷം ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുള്ളത്. ഈവൻ നമ്മുടെ യൂട്യൂബിൽ പോലും ഇപ്പോൾ ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. എന്നാൽ ഇവയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് JikVik എന്ന് പറയുന്നത്. ഇതൊരു ഷോർട്ട് വീഡിയോ ആൻഡ് ഇമേജ് പ്ലാറ്റ്ഫോമാണ്. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ സ്വന്തം ആപ്ലിക്കേഷനാണ്. കാരണം ഇതൊരു മലയാളിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ JikVik എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഫ്യൂച്ചേഴ്സും ഒപ്പം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക് ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് ആദിത്യ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫ്യൂച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോംസിലൊക്കെ നമുക്ക് 60 സെക്കൻഡ് ഡ്യൂറേഷൻ, അതായത് 1 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ JikVik എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് 1.5 മിനിറ്റ് വരെ ഡ്യൂറേഷൻ വരുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ ഒരു ആപ്ലിക്കേഷനിൽ ഷോർട്ട് വീഡിയോ മാത്രമല്ല നമുക്ക് ഇമേജസും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോംസിൽ നമുക്ക് വീഡിയോസ് ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമേ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ JikVik എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ വളരെ നല്ലൊരു ഡാർക്ക് ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോർട്ട് വീഡിയോസും ഇമേജസും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരു ആക്ഷൻസും ചെയ്യാൻ സാധിക്കില്ല. ആക്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണുന്ന ഒരു മെനു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ മുകളിലായിട്ട് മൈ JikVik എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് അലൗ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് 3 രീതിയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ രീതിയാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ യൂസ് ചെയ്ത്, രണ്ടാമത്തേതാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് യൂസ് ചെയ്ത്, മൂന്നാമത്തേതാണ് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്ത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ എല്ലാ തരത്തിലുള്ള ആക്ഷൻസും ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഷോർട്ട് വീഡിയോസും ഇമേജസും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കത് ലൈക്ക് ചെയ്യാൻ സാധിക്കും. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അത് നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ഹേർട്ട് സിമ്പലിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇനി താഴെയായിട്ട് കാണുന്ന 3 ഡോട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. തൊട്ടപ്പുറത്തായിട്ട് കാണുന്ന ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മറ്റ് സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇനി കമന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു പോസ്റ്റിന് താഴെയായിട്ട് വന്നിരിക്കുന്ന കമന്റ്സ് വായിക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് തൊട്ടപ്പുറത്തായിട്ട് കാണുന്ന ഫോളോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്രിയേറ്ററിനെ ഫോളോ ചെയ്യാനും ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അൺഫോളോ ചെയ്യാനും സാധിക്കും. ഇനി മുകളിലായിട്ട് കാണുന്ന അയാളുടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയാളുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അയാൾ എത്ര പോസ്റ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നും എത്ര ഫോളോവേഴ്സ് അയാൾക്കുണ്ടെന്നും ഒപ്പം തന്നെ എത്ര പേരെ അയാൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഇനി നിങ്ങൾക്കും ഇതുപോലെ ഷോർട്ട് വീഡിയോസും ഇമേജസും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണുന്ന ആ ഒരു പ്ലസ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അവിടെ നിങ്ങൾക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വീഡിയോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് ഓപ്പൺ ചെയ്ത് നമുക്ക് ആ ഒരു ഫോട്ടോസ് ഒക്കെ ഈ ആപ്ലിക്കേഷനിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1.5 മിനിറ്റ് വരെയുള്ള വീഡിയോസ് ഒന്നില്ലെങ്കിൽ ക്യാമറ യൂസ് ചെയ്ത് ക്യാപ്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ ഗാലറിയിൽ നിന്ന് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇത്രയും കൊണ്ട് മാത്രം തീർന്നില്ല. ഇനിയും കിടിലൻ ഫീച്ചേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വരും അപ്ഡേറ്റ്സ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൽ ഒന്നാമത്തേതാണ് ഇമേജസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇമേജസ് ഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ. രണ്ടാമത്തേതാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിന് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. മൂന്നാമത്തേതാണ് ഡഫ് മാഷ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ ഡഫ് മാഷിന് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും. നാലാമത്തേതാണ് സ്റ്റാറ്റസ് ലൈക്ക് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അഞ്ചാമത്തേതാണ് ഡുവറ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഒപ്പം തന്നെ അതിലേക്ക് സോങ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും. ആറാമത്തേതാണ് അഡ്മിൻ പാനൽ റിമൂവ് ദ ഓപ്ഷൻ ഫോർ റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനും. അപ്പോൾ ഇത്രയാണ് മെയിൻലി നമുക്ക് അടുത്ത അപ്ഡേറ്റ്സ് വഴി ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് വരാനിരിക്കുന്ന പുതിയ കിടിലൻ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. എന്തായാലും ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് നിങ്ങളുടേതായിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ഇമേജസ് ഒക്കെ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്ത് തുടങ്ങുക. എന്നാൽ നിങ്ങൾക്ക് വളരെ വേഗം തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഫേമസ് ആവാൻ സാധിക്കുന്നതാണ്. എന്തായാലും എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾക്ക് വളരെ വേഗം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലും ഒരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഗൈസ്, എന്തായാലും JikVik എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു
ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക. ഞാൻ തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നൊരു കിടിലൻ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ആദികീസ്ല സൈനിങ് ഔട്ട്.